നമസ്കാരം. ആന്ധ്രാപ്രദേശിൽ തെരഞ്ഞെടുപ്പ് ചൂട് തിളച്ചു മറിയുകയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി എത്തുന്നുണ്ട്. 25 ലോക്സഭാ സീറ്റുകളുള്ള ആന്ധ്രാപ്രദേശിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം അത്ര മോശമാവാൻ സാധ്യതയില്ല. കാരണം എല്ലാ പാർട്ടികളും ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് പലവിധ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ BJP അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നു. രാമമന്ദിർ അല്ലെങ്കിൽ അയോധ്യയുമായുള്ള ഒരു വൈകാരിക ബന്ധം അതിനെ വോട്ടാക്കി മാറ്റാനുള്ള തന്ത്രമാണ് ആന്ധ്രാപ്രദേശിൽ BJP പയറ്റിയിരിക്കുന്നത്. ചലോ അയോധ്യ എന്ന ഒരു ക്യാമ്പയിന് തന്നെ ആന്ധ്രാപ്രദേശ് BJP തുടക്കം കുറിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി വളരെ താഴ്ന്ന അല്ലെങ്കിൽ ഇടത്തരം കുടുംബത്തിൽപ്പെടുന്ന ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് BJPയുടെ ഈ ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നത്. ആ കുടുംബങ്ങൾക്ക് അയോധ്യയിലേക്കുള്ള യാത്ര സ്പോൺസർ ചെയ്യുക എന്നതാണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം. 10 സ്പെഷ്യൽ ട്രെയിനുകളാണ് ഇതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഓരോ വ്യക്തിക്കും 5 ദിവസത്തെ യാത്രയായിരിക്കും സ്പോൺസർ ചെയ്യുന്നത്. മാത്രമല്ല ചിലവിന് വേണ്ടി 2300ഓളം രൂപയും ഇവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. നിലവിൽ ഈ 5 ദിവസത്തെ അയോധ്യ പര്യടനത്തിന് വേണ്ടി 1500-ലധികം ആളുകൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് പുറപ്പെട്ടിട്ടുമുണ്ട്. മാത്രമല്ല ഇത് ഒരു ക്യാമ്പയിൻ ആണ് എങ്കിൽ പോലും പാർട്ടിയുടെ മുഖത്തോടെയല്ല, മറിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നിവയിലെ പോസ്റ്റുകളിലൂടെയാണ് ഈ ചലോ അയോധ്യ എന്നുള്ള ഒരു ക്യാമ്പയിൻ ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. 1990കളിൽ ബാബറി മസ്ജിദ് തകർക്കുന്നതിന് വേണ്ടി പങ്കെടുത്ത കർസേവകർക്കും അവരുടെ കുടുംബങ്ങൾക്കുമൊക്കെ ഈ ചലോ അയോധ്യ യാത്രയിൽ പങ്കെടുക്കുന്നതിന് വലിയ മുൻഗണന നൽകുന്നുണ്ട് എന്ന് BJP ഗുണ്ടൂർ ജില്ലാ പ്രസിഡന്റ് വമന നരേന്ദ്ര മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്. മതത്തേക്കാൾ ഉപരിയായി ജാതി രാഷ്ട്രീയത്തിന് സാധ്യതയുള്ള ആന്ധ്രാപ്രദേശിൽ BJPയുടെ ഈ തന്ത്രം വിലപ്പോകില്ല എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. പക്ഷേ അയോധ്യ എന്ന വിഷയം തെരഞ്ഞെടുപ്പിലും വളരെ ഊർജിതമായി തന്നെ ചർച്ചയിൽ നിർത്താനുള്ള ശ്രമങ്ങളാണ് ആന്ധ്രാപ്രദേശിലെ BJP നേതൃത്വം മുന്നിൽ കാണുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ചലോ അയോധ്യ യാത്രയുമായി BJP സംസ്ഥാന നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.